നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. പയ്യന്നൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചു കയറി 2 പേർ മരിച്ചു. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ടുനിന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ. കാസർഗോഡ് നഗരത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കി പൂവിപണി സജീവമായി. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷയോടിച്ച് മാവേലി. കാസർഗോഡ് നഗരത്തിലാണ് ഈ കൗതുക കാഴ്ച. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിനിരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കുബണൂരിലെ റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ഇവരുടെ ബന്ധു മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് DFOക്കെതിരെ കേസ്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസ്. വാർത്തകൾ വിശദമായി. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മർച്ചന്റ് നേവി ജീവനക്കാരൻ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു. യുക്രൈനിൽ നിന്നും റോഡ് മാർഗം മോൾഡോവയിലെ ചിസിനാവിലേക്ക് എത്തിച്ച മൃതദേഹം ഈസ്താംബുൾ വഴി ടർക്കിഷ് എയർലൈൻസിലാണ് ബംഗളൂരുവിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലേക്ക് കൊണ്ടുവന്നത്. 1:30 സംസ്കാര ശുശ്രൂഷ നടന്നു. 2 മണി മുതൽ 3 മണി വരെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയുടെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. 3 മണിക്ക് ദേവാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയും തുടർന്ന് സെമിത്തേരിയിൽ സംസ്കാരവും നടന്നു. ജൂലൈ 19 വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയൽ സാലി ദമ്പതികളുടെ മകൻ അഖിൽ ജോയൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ജൂലൈ 20 അഖിൽ കൊല്ലപ്പെട്ട വിവരം അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. യുക്രൈനിലെ ഇന്ത്യൻ എംബസിയുമായി വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ നടപടിയായത്. 2 മാസം മുൻപ് നാട്ടിലെത്തിയ അഖിൽ വിവാഹം ഉറപ്പിച്ചാണ് തിരിച്ചുപോയത്. വടംവലി മത്സരങ്ങളിൽ ലോക റെക്കോർഡ് ജേതാവ് കൂടിയാണ് അഖിൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചു കയറി 2 പേർ മരിച്ചു. അപകടം തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ടുനിന്ന മെക്കാനിക്കും സുഹൃത്തുമാണ് മരിച്ചത്. പയ്യന്നൂർ പിലാത്തറ മണ്ടൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചു കയറി തീപിടിച്ചു. 2 പേർ പൊള്ളലേറ്റു മരിച്ചു. ലോറിയുടെ അറ്റകുറ്റപ്പണിക്കായി എത്തിയ മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടം. റോഡരികിൽ തകരാറായതിനാൽ നിർത്തിയിട്ട മരലോറിയിൽ ടാങ്കർ ലോറി വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടാങ്കർ ലോറി കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതീവ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരെയും ഫയർഫോഴ്സ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർഗോഡ്, പാലക്കാട് സ്വദേശികളാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ. കാസർഗോഡ് നഗരത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കി പൂവിപണി സജീവമായി. ഓണം കളറാക്കാൻ കാസർഗോഡ് നഗരത്തിൽ ഇത്തവണയും ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള പൂക്കച്ചവടക്കാർ നേരത്തെ തന്നെ കളം പിടിച്ചിട്ടുണ്ട്.
കാസർഗോഡ് ഇപ്പോൾ ഓണാഘോഷത്തിന്റെ വൈബിലാണ്. പൂക്കച്ചവടം കൂടി ആരംഭിച്ചതോടെ കാസർഗോഡ് നഗരത്തിൽ വർണ്ണങ്ങളുടെ ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കർണാടകയിൽ നിന്നും നിരവധി പേരാണ് ഇത്തവണ പൂക്കച്ചവടവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ മഴ കാരണം ഇവർക്ക് റോഡിന്റെ വശങ്ങളിൽ പൂ വിൽക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ ഇത്തവണ ഈ ഒറ്റത്തൂൺ പാലം ഉള്ളതുകൊണ്ട് ഈ മഴയെ ഭയക്കാതെ തന്നെ ഇവർക്ക് പൂ വിൽപ്പന നടത്തുവാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പൂ കച്ചവടവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണയും ഏറെക്കുറെ സമാനമായ പൂവില തന്നെയാണ് ഇത്തവണ ഉള്ളത്. പൂ ഇത്തവണ തൂക്കി വിൽക്കുന്നതടക്കമുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് നഗരം ഈ പൂക്കച്ചവടം കൂടി ആരംഭിച്ചതോടെ ഓണാഘോഷത്തിന്റെ ഒരു വേറെ ലെവലിലേക്ക് ಎತ್ತಿയിരിക്കുകയാണ്. ಪೂ ವಿಲ್ಪನೆಗಾಗಿ ಹಾಸನ ಜಿಲ್ಲೆಯಲ್ಲಿ ನಿന്നെತ್ತಿಯ ನಾಗೇಶ್ ಗೌಡೆയാണ് നമ്മോടൊപ്പം ഉള്ളത്. ಹೀಗೆ ನಮ್ಮ ಈ ಹೂ ವ್ಯಾಪಾರ ಎಲ್ಲ ಹೇಗೆ ಉಂಟು? ಹೂ ವ್ಯಾಪಾರ ನಾವು 4-5 ವರ್ಷದಿಂದ 4-5 ಇಯರ್ಸ್ ಇಂದ ಬರ್ತಾ ಇರ್ತೇವೆ. ಮಾಮೂಲಿ ಒಳ್ಳೆ ವ್ಯವಹಾರ ಆಗುತ್ತೆ. ಕೇರಳ ಒಳ್ಳೆ ಲಾಭದಾಯಕ ಆದಾಯ ಹೂವಿನ ವ್ಯವಹಾರ ನಡೆಯುತ್ತೆ ಸರ್. ರೈಟ್ ಎಲ್ಲ ಎಷ್ಟು ಈಗ? ರೈಟ್ ಏಕ ಮಳಕ್ಕೆ 50, 100 rupees, 90 rupees, 80 rupees ಈ ತರ ಇದೆ ಸರ್. ಇದು ಏನೋ ಈಗ ಇದಕ್ಕೆ ಪಾಲ ಉಂಟಲ್ಲ, ಈಗ ನಿಮ್ ಮಳೆ ನಿಮಗೆ ಇಷ್ಟ? ಇದು ಒಂದು ತರ ನಮ್ಗೆ ಭಾರಿ ಹೆಲ್ಪ್ ಆಗಿದೆ ಸರ್. ಇಲ್ಲಿ ಯಾವ ವ್ಯಾಪಾರ ಮಾಡಕ್ಕೆ ಒಳ್ಳೆ ಮಳೆ ಬಿಸಿಲು ಇದ್ರೆ ತಂಪಾಗಿ ವಾತಾವರಣ ಇರುತ್ತೆ, ಸೇಫ್ಟಿ ಇರುತ್ತೆ ಸರ್. ಯಾವುದೇ ಪೊಲೀಸ್ ಕಾಟ ಇಲ್ಲ. ಒಂದು ಕೇರಳ ಸರ್ಕಲ್ ವೆರಿ ಗುಡ್ ಸರ್. ಇದು ಹೂವೆಲ್ಲ ಜಾಸ್ತಿ ಉಂಟು? ಜಾಸ್ತಿ ಸೇಲ್ ಆಗುತ್ತೆ ಸರ್ ಇಲ್ಲಿ. ಇಲ್ಲಿ ಮಿನಿಮಮ್ ಇರ್ಬೋದು ಸರ್, 1,000 ಕುಚ್ಚು ಹೂವು ಇರ್ಬೋದು. ಎಷ್ಟು ಜನ ಉಂಟು ಇಲ್ಲಿ? ಮಿನಿಮಮ್ 200 ಮೆಂಬರ್ಸ್ ಹೂ ಸೇಲಿಂಗ್ ಅಲ್ಲೇ ಇದಾರೆ ಸರ್. 10 ಇಂದ 15 ಕಲರ್ಸ್ ಹೂಗಳಿದೆ. ಪಚ್ಚೆ, ಪೂರ್ಣಿಮಾ, ರೆಡ್ ಕಲರ್, ಚೆಂಡು ಹೂವು, ಗುಲಾಬಿ, ಪರ್ಪಲ್, ಚಾಕ್ಲೇಟ್ ಸರ್, ನಾನಾ ತರ ಹೂಗಳಿದಾವೆ ಸರ್. ರೈಟ್ ಜಾಸ್ತಿ ಹೂಗೆ ರೈಟ್ ಜಾಸ್ತಿ ಅದು ಪರ್ಪಲ್ 80 rupees, ಇದು ರೋಜಾ 100 rupees ಏಕ್ ಮಳ, ಇದು 50 rupees, ಇದು 90 rupees ಈ ತರ ಇದೆ. ತರವಾರಿ ತರ ಇದೆ, ಎಲ್ಲ ಸೇಲ್ ಆಗುತ್ತೆ ಸರ್. ಅಲ್ಲಿ ನಮ್ಗೆ നാവല്ല മാമൂലി നം ജമീനിൽ ಬೆಳಿತೀವಿ സർ. ഓണാഘോഷം ഒരു ആവേശ നിറവിലായിരിക്കുകയാണ്. ഇപ്പൊ പൂ വാങ്ങിക്കുവാനാണോ വന്നത്? പക്ഷെ ഇത് കാണുമ്പോ ഈ പൂക്കളൊക്കെ കാണുമ്പോ തന്നെയാണ് ഞങ്ങൾക്ക് എന്തോ ഒരു കുളിർമ തോന്നുന്നത്. കാരണം എല്ലാ പ്രാവശ്യം ഇവര് ഈ പൂക്കൾ വിൽക്കാൻ വരുന്നത് ഫുള്ള് മഴയത്തായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ഇവർക്ക് ഒരു അനുഗ്രഹം പോലെ ഈ നമ്മളെ ഇത് കിട്ടി, അത് ഈ പ്ലാറ്റ്ഫോം കിട്ടി. അതുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാസർഗോഡ് സിറ്റിയിലുള്ള ഓരോ ആൾക്കും നല്ല നല്ല സന്തോഷം. എന്നാൽ അതുപോലത്തെ ഒരു ഓണാഘോഷ പരിപാടിയാണ് കാസർഗോഡ് മർച്ചന്റ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങള് മർച്ചന്റ് വനിതാ വിങ് എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. എന്തായാലും നമ്മൾക്ക് ആ പൂക്കളം സൂക്ഷിക്കേണ്ട ഒരു ഇന്നത്തെ ഒരു ഡ്യൂട്ടി കൂടിയുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഡ്യൂട്ടി പരമായിട്ട് പോകാന് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷം. ശരിയാണ്. ഞാൻ ഇപ്പൊ അവിടെ ഒരു പൂവിന് വില ചോദിച്ചു, 50 രൂപയാണ് പറഞ്ഞത്. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഇവര് പൂ അറിയാം, അവരിന്ന് കൊണ്ടുവരുന്ന പൂവ് ഇവിടെ കൊണ്ടുവരുമ്പോ അതിന്റെ പിന്നെ ട്രാവൽ ചാർജും എല്ലാം കൂടിയിട്ടുള്ള പൈസ ആയിരിക്കും ഇവരെടുക്കുന്നത്. പക്ഷെ നമ്മളെ പോലുള്ളവര് വിചാരിക്കുന്നത് അത്ര അത് വില കൂടുന്നതല്ലേ എന്ന്. ശരിയായിരിക്കാം, എന്നാലും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. ഞാൻ അതല്ല, ഇപ്രാവശ്യം ഇവര് കൊണ്ടിരുന്ന ഈ ചെണ്ടുമല്ലിപ്പൂ എന്റെ വീട്ടിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പൂവ് തന്നെ മതി. എന്റെ വീട്ടിൽ ചെണ്ടുമല്ലി പൂവ്, പക്ഷെ ബാക്കിയുള്ള പൂവ് എനിക്ക് ഇവിടുന്ന് തന്നെ കാണാം. അതെ, കുഴപ്പമില്ല, അത്യാവശ്യം അഫോർഡബിൾ ആണ്. നമ്മളിപ്പോ ഏകദേശം എല്ലാം പൂക്കൾ ഇട്ട് കഴിഞ്ഞു. ഒരു പൂ മാത്രം എക്സ്ട്രാ വാങ്ങാനുണ്ടായിരുന്നു. കുഴപ്പമില്ല. പൂ വിൽപ്പന കൂടി സജീവമായതോടെ കാസർഗോഡ് നഗരം ഉത്സവ പ്രതീതിയിലാണ്. എന്നാലും പാലത്തിന്റെ അടിയിൽ പൂ വിൽപ്പനയായതിനാൽ വ്യാപാരികൾ തികഞ്ഞ ആശ്വാസത്തിലാണ്. മഴ കൊള്ളാതെ തന്നെ ഇവർക്ക് പൂ വിൽപ്പന നടത്തുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂ വാങ്ങുവാൻ എത്തുന്നവരും ആ ആശ്വാസത്തിലാണ്. കാരണം അവർക്ക് മഴ കൊള്ളാതെ തന്നെ പൂ വാങ്ങുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്തവണയുള്ളത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് തുടക്കമായി.
DTPC, കാസർഗോഡ് നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെ ആരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആകർഷകമായ ഭീമൻ പൂക്കളവും ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ മാം സാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് ഏതൊരു മംഗളകർമ്മത്തിന്റെയും തുടക്കം. ഈ പരിപാടി നല്ല ഓണാഘോഷം നേർന്നുകൊണ്ടാണ് നമ്മൾ ഈ വർഷം കാസർഗോഡ് ജില്ലാതല ഓണാഘോഷം നല്ല ഭംഗിയായിട്ടാണ് ആഘോഷിക്കുന്നത്. 24-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ നല്ല ഗംഭീരമായിട്ടുള്ള ആഘോഷമാണ്. ഇതൊരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ടൗണിൽ നമ്മുടെ ജില്ലാതല ആഘോഷം ചെയ്യുന്നത്. അത് നല്ലൊരു മാറ്റമാണ്. എന്തായാലും 24-ാം തീയതി തൊട്ട് 30 തീയതി വരെ നല്ല 4 മണി തൊട്ട് 10 മണി വരെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ പൂക്കളം ഇതൊന്ന് 2 ദിവസത്തെ ഇവിടുത്തെ വർക്ക് മാത്രമേ 2 ദിവസം അഡ്വാൻസ്ഡ് ആയിട്ട് നല്ലൊരു പൂക്കളം മർച്ചൻസ് അസോസിയേഷൻ ചെയ്തത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നല്ല ഒരു പൂക്കളമാണ്. നമ്മുടെ ടൗണിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ പല സ്ഥലത്തും പൂക്കളങ്ങൾ ഉണ്ടാകുന്നത്. അത് വെച്ചാൽ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു പൂക്കളമാണിത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഒന്നും കൂടെ അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ആശംസകൾ. മംഗളകർമ്മം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയൊരു ഓണാഘോഷ ലഹരിയിലാണ് കാസർഗോഡ് നഗരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളങ്ങളിൽ ഒന്നായ ഒരു വലിയൊരു പൂക്കളം, അതായത് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ഒരുക്കിയ ഏറ്റവും വലിയ പൂക്കളത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതിന്റെ സംഘാടകർ നമ്മോടൊപ്പം ചേരുകയാണ്. വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ് ഇത്തവണ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു കാരണം, ഇവിടെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം എല്ലാവരോടും ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടിയാണ് കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. കേരളത്തിന്റെ മണ്ണും മലയാളിയും മനസ്സും ഒരുപോലെ സന്തോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സമത്വത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ സഭ. കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു പൂക്കളം മറ്റൊരു ജില്ലയിലും ഉണ്ടാവില്ല. അതിന് നേതൃത്വം നൽകിയ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്ന് മുതൽ 29-ാം തീയതി വരെ വിവിധ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 29-ാം തീയതി കർണാടകയിലെ പ്രമുഖ ടീമായ പുലിക്കളി, അത് കേരളത്തിൽ തന്നെ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ അത്രയും ഒരു ബൃഹത്തായ പദ്ധതിയാണ്. 29-ാം തീയതി 3 മണിക്കൂർ ഇവിടെ പുലിക്കളിയും അതിനുശേഷം വിവിധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇവിടുത്തെ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിനെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും നില മുന്നോട്ട് പോകാനും, അതുപോലെ ടൗണ് എന്നും പകലില്ലാതെ ഇത് വളരെ നല്ല രീതിയിൽ ടൗണിലേക്ക് ആളുകൾക്ക് വരാനും പോകാനും ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രധാന പ്രവർത്തകരുടെ ഉദ്ദേശ ലക്ഷ്യം. കേരളത്തിലൊരുക്കിയ ഏറ്റവും വലിയ പൂക്കളങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ ഇത് ഒരുക്കാൻ വേണ്ടി എടുത്ത സമയം ഒന്ന് അസീസ് പറഞ്ഞു. ഇത് ഇന്നലെ മിനിയാന്ന് രാത്രി തന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ഞങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ഇന്നലെ രാവിലെ ഇത് വരക്കാൻ തുടങ്ങി. ഉച്ചയോടുകൂടി പൂക്കള് തരംതിരിക്കാനും മുറിക്കാനും ഒക്കെ തുടങ്ങി. രാത്രിയാണ് പൂക്കളം ഇടാൻ തുടങ്ങിയത്. 20 പേരുടെ ഇന്നലെ രാത്രി മുതൽ രാത്രി 8 മണി മുതൽ ഇന്ന് രാവിലെ 10 മണി വരെ 20ഓളം ആളുകളുടെ നിതാന്ത പരിശ്രമമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഈ പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നടക്കം ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിന്റെ അവരെ സഹായിക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വനിതാ വിങ്ങിന്റെ അംഗങ്ങളൊക്കെ ഇതുമായി സഹകരിച്ച് വളരെ വലിയ ഒരു പ്രയത്നത്തോടെയാണ് ഇത്തരം ഒരു പൂക്കളം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് കാസർഗോട്ടുകാരുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ് ഈ ഒരു പൂക്കളം? തീർച്ചയായിട്ടും ഇത് കാസർഗോഡിന്റെ ഒരു ജനകീയ ആഘോഷം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മുഖം ഈ ഓണാഘോഷം, അതായത് കേരളത്തിലെ കാസർഗോഡിനെയും ഓണാഘോഷത്തിന്റെ ഇതിൽ അടയാളപ്പെടുത്തുക എന്ന ഒരു വലിയൊരു ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയും DTPCയുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കലക്ടർ അവറുകൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് വളരെ പിന്തുണ നൽകിയത്. അതേപോലെ തന്നെ SP നിതിൻ രാജ് IPS
അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി പോലീസിന് എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാസർഗോട്ടെ ജനങ്ങള് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ വലിയ ആളുകളാണ്. ഓരോ നിമിഷം ഓരോ മണിക്കൂറിലും എത്രയോ അന്വേഷണങ്ങളാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇനി 29-ാം തീയതി ഇതിലും വലിയ ഒരു സാംസ്കാരിക ആഘോഷം ഇവിടെ നടക്കും. ഇതിന്റെ ജില്ലാതല സമാപനത്തോടനുബന്ധിച്ചിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും വലിയ ഒരു ജനകീയ പരിപാടി, ജനകീയ കൂട്ടായ്മ, ജനകീയ കലാപരിപാടികൾ ഉണ്ടാകും. എല്ലാ കാസർഗോട്ടുകാരെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിച്ചോളുന്നു. ജനങ്ങൾക്ക് ഇവിടെ വന്ന് സെൽഫി എടുക്കാനുള്ള ജനങ്ങൾക്ക് മാവേലിയോടൊപ്പം പൂക്കളത്തോടൊപ്പം സെൽഫി എടുക്കുക. അതിൽ കാസർഗോഡ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ടാഗ് ചെയ്യുക. വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഇങ്ങോട്ട് പ്രത്യേകം പറയാനുള്ളത് 29-ാം തീയതി 4 മണിയുടെ പുലിക്കളിയാണ്. അത് നിങ്ങളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അസുലഭമായ പരിപാടിയായിരിക്കും. നിങ്ങളെ കാസർഗോട്ടുകാരെ ഞാൻ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും മക്കളെയും ഒക്കെ കൂട്ടി ഈ പരിപാടി കാണാൻ വരിക. വളരെ നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായി അത് മാറും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. ഈ ഒരു വൻ പൂക്കളം ഒരുങ്ങിയതോടുകൂടി കാസർഗോട്ടെ ഓണാഘോഷം വേറെ ലെവലായിരിക്കുകയാണ്. എന്നാലും എല്ലാവർക്കും വന്ന് ഇവിടെ സെൽഫി എടുക്കുവാനുള്ള സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളുണ്ട്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജുരാവൻ, KCN ന്യൂസ്, കാസർഗോഡ്. ഓട്ടോറിക്ഷയോടിച്ച് മാവേലി. കാസർഗോഡ് നഗരത്തിലാണ് ഈ കൗതുക കാഴ്ച. കാസർഗോഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് ഓട്ടോറിക്ഷയോടിച്ച് മാവേലി നഗരത്തിലെത്തിയത്. ഓണാഘോഷം തുടങ്ങിയതോടെ പല കൗതുക കാഴ്ചകളും നമുക്ക് കാസർഗോഡ് നഗരത്തിൽ കാണാം. അത്തരത്തിലുള്ള ഒരു കൗതുക കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു മാവേലി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായാണോ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? ഓണാഘോഷത്തിന്റെ ഭാഗമല്ല. കാരണം പറഞ്ഞാൽ ഞാൻ സാധാരണ എല്ലാ വർഷവും മാവേലി വേഷങ്ങൾ കെട്ടാറുണ്ട്. അപ്പൊ ഇന്നലെ കാഞ്ഞങ്ങാട് 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഇന്ന് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ഒരു പരിപാടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനൊരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. അപ്പൊ ഏതായാലും ഒരു പ്രത്യേകത ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഓട്ടോറിക്ഷയിൽ പുറപ്പെട്ടു. ശരിക്കും എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് യാത്ര? ഞാൻ എന്റെ താമസം ഇപ്പൊ പെരിയയിലാണ്. പെരിയയിൽ നിന്ന് തന്നെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്ത് ഒരു ജനാർദ്ദൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കാരണം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്ത് ഓട്ടോറിക്ഷയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഒരു വെറൈറ്റി ആണല്ലോ ഇത്. അപ്പൊ ആൾക്കാരുടെ പ്രതികരണം ഒക്കെ എങ്ങനെയാണ്? നല്ല പ്രതികരണമായിരുന്നു. കാരണം കുറെ ആൾക്കാർ വഴിക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എനിക്ക് 1-2 സ്ഥലത്ത് നിർത്തി. പെരിയ കൃഷിഭവനിലൊക്കെ എനിക്ക് ഫോട്ടോ എടുത്തു. പക്ഷെ എനിക്ക് ഇവിടെ കറക്റ്റ് സമയത്ത് എത്തണമല്ലോ, അതുകൊണ്ട് ഞാൻ അടിച്ചു വന്നു. ഈ മർച്ചന്റ്സിന്റെ ആഘോഷത്തിന് പുറമെ നിങ്ങൾ പേഴ്സണലായി ഇങ്ങനെ യാത്ര ചെയ്യുമോ? ഉണ്ട്. ഞാൻ കുറെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5-6 പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഗിരിജ ജ്വല്ലേഴ്സ് കാഞ്ഞങ്ങാട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഓണത്തിന്റെ ദിവസം പരിപാടി വന്നില്ല. അത് കഴിഞ്ഞാൽ 27, 28, 29, 30 എല്ലാ ദിവസവും പരിപാടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേരും? എന്റെ പേര് മോഹനൻ കുന്നുമൽ എന്ന് പറയും. കാരണം എന്റെ ശരിയായ ദേശം കാഞ്ഞങ്ങാടാണ്. അവിടുത്തെ ഞാൻ ഈ നാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ലഹരി നാടകമൊക്കെ ഉണ്ടല്ലോ പോലീസിന്റെ, അതിലൊക്കെ ചെയ്യാറുണ്ട്. കണ്ണൂടെ ബസ് സ്റ്റാൻഡിലൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത്. ഇദ്ദേഹം ഒരു നടൻ കൂടിയാണ്. അപ്പൊ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു മാവേലി വേഷം ധരിച്ച് ഓട്ടോയിൽ യാത്ര ചെയ്ത് എല്ലാവരെയും അദ്ദേഹം ഓണാശംസകൾ നേരുന്നത്. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം കാസർഗോഡ് എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജുരാവൻ, KCN ന്യൂസ്, കാസർഗോഡ്. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിനിരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കടം വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് യുവതിക്കൊപ്പം ബലം പ്രയോഗിച്ച് നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിന് കടം വാങ്ങിയ 5000 രൂപ തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് പണം തട്ടിയ കേസിൽ യുവതിയുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കുബണൂരിലെ റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ഇവരുടെ ബന്ധു മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരെയാണ് കുമ്പള SI S അനൂപും സംഘവും അറസ്റ്റ് ചെയ്തത്. മുട്ടം ബങ്കര സ്വദേശിയും വ്യാപാരിയുമായ 64-കാരന്റെ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കിടപ്പുമുറിയിൽ യുവതിക്കൊപ്പം വ്യാപാരിയെ ബലം പ്രയോഗിച്ച് നിർത്തിയെടുത്ത വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഘം 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് വ്യാപാരി പോലീസിൽ പരാതി നൽകിയത്. ഓഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. കടം വാങ്ങിയ പണം തിരികെ നൽകാനെന്ന പേരിൽ റിസ്വാനയാണ് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കിടപ്പുമുറിയിൽ കയറ്റി ഫോട്ടോയും വീഡിയോയും പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പണവും ATM കാർഡും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു.
ആദ്യം 1500 രൂപയും ചെറിയ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും കൈക്കലാക്കിയ പ്രതികൾ കാറിൽ നിന്ന് 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 2 ATM കാർഡുകളും എടുത്തു. ഭീഷണിപ്പെടുത്തി പിൻ നമ്പർ വാങ്ങിയ ശേഷം 7,200 രൂപ ATMൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 17-ന് കടയിലെത്തി ഭീഷണിപ്പെടുത്തി 5,000 രൂപ കൂടി വാങ്ങി. വീണ്ടും 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് വ്യാപാരി പോലീസിനെ സമീപിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് DFOക്കെതിരെ കേസ്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ DFO ജോസ് മാത്യുവിനെതിരെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കാസർഗോഡ് DFOയും കണ്ണൂർ ജോസ്ഗിരി സ്വദേശിയുമായ ജോസ് മാത്യുവിനെതിരെ കാസർഗോഡ് റെയിൽവേ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓഖ എക്സ്പ്രസിൽ വച്ചായിരുന്നു സംഭവം. സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്ന പരാതിയിലാണ് റെയിൽവേ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുനിന്ന് കാസർഗോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ DFO സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നും മോശം ആംഗ്യം കാണിച്ചെന്നുമാണ് പരാതി. അതിക്രമം നേരിട്ട ഉടൻ തന്നെ സ്ത്രീകൾ പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. സ്ത്രീകളോട് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതിനും അപമര്യാദയായി പെരുമാറിയതിനും കേരള പോലീസ് ആക്ടിന്റെ 119A പ്രകാരം DFO ജോസ് മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളറാക്കി KCN ഓണം. ജീവനക്കാർക്കൊപ്പം കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. KCN ചാനലിന്റെ ഓണാഘോഷം ഇത്തവണ കളറായി. KCN സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ഓണാഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ അത് ഹൃദ്യമായ അനുഭവമായി മാറി. ഓണത്തിൻ്റെ ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകളുമായി വിപുലമായ പരിപാടികൾ ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഓണക്കളികളിലും വിവിധ വിനോദ മത്സരങ്ങളിലും എല്ലാവരും ആവേശപൂർവ്വം പങ്കെടുത്തു. ഇത് കാത് വാങ്ങിട്ട് ബേബിട് ബേബിട് കാണുന്നേ ഇത് കേട് ready 1 2 3 start വാ വാ അല്ല അതല്ല അതല്ല നല്ല പോലല്ലേ ഓ കാണുന്നേ 10 seconds കഴിഞ്ഞു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. നല്ല പച്ചക്കറി തന്നെ. അത് അങ്ങനല്ല.
വിഷ്ണു കുറച്ച് സൈഡ് ഒന്നോ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഇനി നക്ഷത്രയുടെ പൊൻതിളക്കം. കറന്തക്കാട് J1 സ്ക്വയറിലാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ആരംഭിച്ചത്. കാസർഗോഡിന് ഉത്സവ നിറവേകിയ അന്തരീക്ഷത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം ആസിഫ് അലി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിസ്മയലോകമായ നക്ഷത്രയിൽ വൈവിധ്യങ്ങളായ ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ, മലേഷ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ പരിചയപ്പെടുത്തിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കാസർഗോഡ് പ്രവർത്തനമാരംഭിച്ചു. കാസർഗോഡ് കറന്തക്കാടിലെ J1 സ്ക്വയറിലാണ് പുതിയ ഷോറൂം ആരംഭിച്ചത്. കാസർഗോഡിന് ഉത്സവ നിറവേകിയ അന്തരീക്ഷത്തിൽ മലയാളത്തിന്റെ പ്രിയ നടൻ ആസിഫ് അലി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജ്വല്ലറി അധികൃതർ, മറ്റ് പ്രമുഖർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കൊല്ലം ഷാഫി, കണ്ണൂർ സീനത്ത് ടീം നയിച്ച മ്യൂസിക്കൽ ഈവന്റ് കാസർഗോഡിനെ സംഗീത സാന്ദ്രമാക്കി. കാസർഗോഡിന് ആഘോഷ മുഹൂർത്തം സമ്മാനിച്ച മെഗാ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. ഉദ്ഘാടന ദിവസം ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി വൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി രംഗത്ത് പകരം വയ്ക്കുവാനില്ലാത്ത നാമമാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വൈവിധ്യങ്ങളായ കളക്ഷനുകളുമായി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഡെസ്റ്റിനേഷനായി നക്ഷത്ര മാറുമ്പോൾ കാസർഗോട്ടെ ആഭരണ പ്രേമികൾക്കത് സ്വപ്ന സാക്ഷാത്കാരമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടേപ്പദവിൽ കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി യുവ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം കുളൂർ കന്നിൽ ഹൌസിൽ മുഹമ്മദ് സഫ്വാൻ എന്ന വെടി സഫ്വാനാണ് അറസ്റ്റിലായത്. ഭട്ടിപ്പദവ് സ്വദേശിയായ ഷുഐബ് മൊയിൻ ഷെയ്ഖ് എന്ന യുവാവിന് നേരെയായിരുന്നു അതിക്രമവും വധശ്രമവും നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ കാറിലെത്തിയ സംഘം ഷുഐബിനെ ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയും ചെയ്തു. തുടർന്ന് ആകാശത്തേക്ക് വെടിയുതിർത്ത ശേഷം ഷുഐബിനു നേരെയും വെടിയുതിർത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭാഗ്യവശാൽ ഷുഐബ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഖാദർ മടങ്കല്ല്, മിയാപ്പദവ് റഹീം, അബൂബക്കർ സിദ്ദിഖ് എന്നിവരുൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ഒളിവിൽ കഴിയുന്നവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഓണാഘോഷം നടത്തി. ഓണാഘോഷ പരിപാടി സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് G. സുരേഷ് കുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഓണാഘോഷം നടത്തി. ഓണാഘോഷ പരിപാടി സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് G. സുരേഷ് കുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരുടെയും കൂട്ടായ്മയോടുകൂടിയാണ് ഈ വർഷത്തെ തപാൽ ജീവനക്കാരുടെ ഓണം ആഘോഷിച്ചത്. ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തി വർണ്ണാഭമായ പൂക്കളം തീർത്തും വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിച്ചുമാണ് ഈ വർഷത്തെ ഓണം കൊണ്ടാടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കമ്പവലി മത്സരം നടന്നു. പരിപാടി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 6-7 തീയതികളിൽ ഉദുമയിൽ നടക്കുന്ന CITU ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പാടി ഡിവിഷൻ കമ്മിറ്റിയുമാണ്. ഇരു ടീമുകൾക്കും അഭിനന്ദനങ്ങളും വിജയാശംസകളും നേർന്നു. മത്സരം ആരംഭിക്കുന്നു. കാണികളെല്ലാം തന്നെ കാണികളായി നിൽക്കാതെ കൈയടിച്ച് പ്രോത്സാഹിക്കുന്നതാണ് ഈ അയോഗ്യനം.
കാണികൾ വളരെയധികം പുറകിലോട്ട് മാറി. എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രോത്സാഹനങ്ങളും കൈയടിച്ച് പ്രോത്സാഹനങ്ങളും നൽകുക. ഏരിയ പ്രസിഡന്റ് എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം ചെയ്തു. സമാപന പരിപാടിയിൽ പി ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. എ ആർ ധന്യവാദ് അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് ഗിരികൃഷ്ണൻ, മോഹൻകുമാർ പാടി, പി ജാനകി, എ നാരായണൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കമ്പവലി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ യൂണിയൻ പ്രവർത്തകരെയും ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയിന് ജന്മനാട് വിട നൽകി. ബംഗളൂരുവിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. പയ്യന്നൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറി ഇടിച്ചു കയറി 2 പേർ മരിച്ചു. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ടുനിന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ. കാസർഗോഡ് നഗരത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കി പൂവിപണി സജീവമായി. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷയോടിച്ച് മാവേലി. കാസർഗോഡ് നഗരത്തിലാണ് ഈ കൗതുക കാഴ്ച. കുമ്പളയിൽ വ്യാപാരിയെ ഹണി ട്രാപ്പിനിരയാക്കി പണം തട്ടിയെടുത്ത കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കുബണൂരിലെ റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ഇവരുടെ ബന്ധു മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് DFOക്കെതിരെ കേസ്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ